വർഷങ്ങളായി റോഡില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് കാസർഗോഡ് ചെമ്മനാട് പാലോത്ത് നിവാസികൾ. പലപ്പോഴായി റോഡിന്റെ പകുതി പണി പൂർത്തിയായി, ബാക്കി പകുതി ഇപ്പോഴും നടപ്പാതായി നിൽക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് കവല ചർച്ച ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ പാലോത്ത് എന്ന സ്ഥലത്താണ് കവല. കരക്കാൽ പാലോത്ത് റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. റോഡെന്ന് പറയാൻ കഴിയില്ല, കാരണം ഈ റോഡ് ഇവിടെ ചെന്ന് അവസാനിക്കുകയാണ്. ഇതുതന്നെയാണ് കവല ഇന്ന് ചർച്ച ചെയ്യുന്നത്. കുട്ടികൾ ഈ മഴ വെള്ളം നിറഞ്ഞ ഈ തോടിന് വളരെ റിസ്ക് പിടിച്ചിട്ടാണ് ഇങ്ങനെ സ്കൂളിലേക്ക് അതിൻ്റെ കുട്ടികളെ ഉള്ള രക്ഷിതാക്കളെ അയക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഏകദേശം പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളായി ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അതിന്ന് ഒരു മോചനം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിൽ നിന്ന് ആവശ്യപ്രകാരം ഞാനന്ന് പഞ്ചായത്ത് മെമ്പർ ആയ അന്ന് മുതൽ ഇതിനുള്ള പരിശ്രമം ആരംഭിച്ച്, പക്ഷേ ഇത് നമ്മളെ ഈ സ്വപ്ന പദ്ധതി പൂർത്തിയാവാൻ കോടികൾ തന്നെ വേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന് അത്ര വലിയ ഫണ്ട്, അത്ര വലിയ തുക ശരിക്കും ഈ പഞ്ചായത്തിന് പുറമെ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നമ്മൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടാണുള്ളത്. ഗവൺമെൻറ് തന്നെ അത് ഒന്നുകിൽ MLA ഫണ്ട്, അല്ലെങ്കിൽ MP ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകൾ, അല്ലെങ്കിൽ നവാർഡ് അങ്ങനെയുള്ള ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിൽ ഈ പദ്ധതി നമുക്ക് അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നാട്ടുകാർക്ക് വലിയൊരു ആശ്വാസമാവും. നൂറ്റാണ്ടുകളായി കാണും ഈ പ്രദേശം ഇങ്ങനെ. എത്രയോ വീട്ടുകാർ, നൂറുകണക്കിന് കുട്ടികൾ പോകുന്ന വഴിയാണിത്. വളരെ പ്രയാസമുണ്ട്. രണ്ട് സൈഡിൽ വെള്ളം കുത്തിയൊലിക്കുന്ന തോടും, മാസത്തിൽ 2-3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയിലുണ്ട്. അവർ അത് ചുറ്റി ഇങ്ങനെ കറങ്ങി ടൗണിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണിത്. എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് സഹകരണവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് റോഡിന് വേണ്ടിയിട്ട് സ്ഥലം നമ്മൾ പോയിട്ട് അന്വേഷിച്ചിട്ടായിട്ടാകുമ്പോൾ ആർക്കും ഒരു പ്രയാസമില്ലാതെ നമുക്ക് സ്ഥലം വിട്ടു തന്നിട്ടുണ്ട്. പക്ഷേ ഇനി വേണ്ടത് ഫണ്ടാണ്. ആ ഫണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോകാൻ കഴിയും. കുറച്ച് ഫണ്ട് കിട്ടി, അതുകൊണ്ട് ഇത്രമാത്രം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പകുതി പോലും പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ MP ഫണ്ടോ MLA ഫണ്ടോ മറ്റേ നല്ല ഒരു ഫണ്ട് ഉപയോഗിച്ചും കൊണ്ട് മാത്രമേ നമുക്ക് ഈ പദ്ധതി, ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റൂ. അതും പ്രതീക്ഷിച്ച് നമ്മുടെ നാട്ടുകാർ ഇവിടെ നിൽക്കുകയാണ്. സൈഡിൽ കുറേ പ്രാവശ്യം ആൾക്കാർ മഴ ഉണ്ട സമയത്ത്, പുല്ലെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തോട് കാണുന്നില്ല നമുക്ക്. അപ്പോൾ അവിടെ വീണിട്ട് എത്രയോ ആളെ മേലോട്ട് കയറ്റിയിട്ടും നടുവൊടിഞ്ഞിട്ടും കാലൊടിഞ്ഞിട്ടും എല്ലാം ആസ്പത്രിയിലെ ചികിത്സയിലെല്ലാം ഉണ്ടായിന്. ഒരാൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു നായി ഒറ്റ വരുന്നുണ്ടെങ്കിൽ കുട്ടികൾ പുറത്തേക്ക് തുള്ളുന്നതല്ലാതെ പറ്റില്ല. കുട്ടികൾക്ക് പേടിയാകുന്നില്ലേ. അപ്പോൾ നടന്നു പോകാൻ തീരെ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്തും കുട്ടികൾക്ക് അതുപോലെ തന്നെ നല്ലോണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് പാലോത്ത് പ്രദേശത്തുകാരുടെ ആവശ്യം. MP ഫണ്ടോ MLA ഫണ്ടോ അത്തരത്തിൽ സർക്കാർ ഇടപെടൽ മൂലം ഈ പകുതി വെച്ച് നിൽക്കുന്ന ഈ വഴി, നൂറ്റാണ്ടുകളായി ഇത്തരത്തിൽ കിടക്കുന്ന ഈ വഴി പൂർത്തിയാക്കണമെന്നാണ് പാലോത്തുകാരുടെ ആവശ്യം. കാസർഗോഡ് നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഷബീർ ഒമർ, മീഡിയ 1.